കല്ലിക്കാടൻ അങ്ങനെ റോഡിലൂടെയുള്ള യാത്ര അതിനുവേണ്ടി തയ്യാറായി കഴിഞ്ഞു. റോഡിലൂടെ ഏകദേശം 1 കിലോമീറ്റർ ദൂരം പോയതിനു ശേഷമാണ് കടവിൽ കൊണ്ടുവന്ന് ഈ പുത്തൻ വള്ളം നീരണിയിക്കുന്നത്. ഹരിപ്പാട് ചങ്ങനാശ്ശേരി റോഡിൻ്റെ കാരിച്ചാൽ ഭാഗത്താണ് ഇപ്പോൾ കല്ലിക്കാടൻ. നല്ല അറിയണൊരു കെട്ട് തുണി വെക്കണത്. എല്ലാം തിരക്കേറിയ റോഡിലൂടെയാണ് റോഡിൻ്റെ സൈഡിൽ അങ്ങനെ കല്ലിക്കാടൻ വായ്പാട്ടാറ്റിലേക്ക് പോകാനായിട്ട് ഏകദേശം 1 കിലോമീറ്ററിലധികം ദൂരം വള്ളം ഇങ്ങനെ അർബാനയിൽ കെട്ടി വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കടവിൽ ചെന്നതിന് ശേഷമാണ് വള്ളം നീരണിയിക്കുന്നത്. കാഴ്ച കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് മാർഗമാണ് പോകുന്നത്. ഏകദേശം 1 കിലോമീറ്റർ കൂടുതൽ റോഡ് മാർഗം കടവിൽ ചെന്നതിന് ശേഷമാണ് വള്ളത്തിൻ്റെ നീരണി. കൊച്ചിയെത്താൻ പുറകിലുണ്ട്. ശില്പി നിൽക്കട്ടെ.
പണിത സ്ഥലത്ത് നിന്ന് നാട്ടിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 500 മീറ്ററിലധികം 2 കിലോമീറ്റർ ദൂരം റോഡിലൂടെ തള്ളിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ അർബാനയിലാണ് ഈ വള്ളം കൃത്യമായി സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരിച്ചാൽ കടവിലേക്കാണ് അവർ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിൻ്റെ ശില്പിയുടെ പ്രിയങ്കരനായ പിതാവ്, ചുണ്ടൻ വള്ളങ്ങളുടെ രാജശില്പി എന്ന് നമ്മൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന പ്രിയങ്കരനായ ഉമാമഹേശ്വരൻ ആചാര്യാണ്. അദ്ദേഹത്തോടൊപ്പം ഈ വള്ളത്തിൻ്റെ സൃഷ്ടാവ് കൂടിയായിട്ടുള്ള പുത്രനുണ്ട്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുണ്ട്. പൊന്നാനിയിൽ നിന്നെത്തിയ കല്ലിക്കാടൻ വള്ളത്തിൻ്റെ പ്രിയങ്കരായിട്ടുള്ള സംഘാടകർ, അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളുമുണ്ട്. കൂട്ടായ്മ ഒരു വിജയം ഇന്ന് കണ്ടിരിക്കുകയാണ്. ശരി, വലിയ സന്തോഷം. ഇവരുടെയൊക്കെ മുഖത്ത് വലിയ സന്തോഷം. നമ്മുടെ പേര് രാജേഷ്. ഓക്കെ. എങ്ങനെ ഈ വ്യക്തിയിലേക്ക് ഇത് നിങ്ങൾ കൊണ്ടുവരാനുള്ള കാര്യം എന്താണ്? ഈ ശില്പിയിലേക്ക് ഈ ശില്പി എന്ന് രാജശേഖരൻ തന്നെ ആള് നാട്ടിൽ മുഴുവൻ ഫേമസ് ആണ്. മെയിൻ അതിനേക്കായി മുന്നേ ഫേമസ് ആയ ആളാണ് നമ്മുടെ ഉമാമഹേശ്വരൻ. നമ്മുടെ ഈ ഇപ്പോഴും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നമുക്ക് പറഞ്ഞ സമാനതകളില്ലാത്ത ആളാണ്. കോയിൽമുക്ക് നാരായണാചാര്യയുടെ മൂത്ത മകൻ ഉമാമഹേശ്വരനാചാര്യ. അച്ഛാ, ഒരു സ്വപ്ന സാഫല്യത്തിലാണ് ഇപ്പം തൊട്ട് നിൽക്കുന്നത് ആ ഒരു നാടിൻ്റെ. എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പണിയിൽ നിന്നൊക്കെ സ്വല്പം നീക്കിയായിരുന്നു. പിന്നെ അത് കുറേ താമസം വന്നപ്പോൾ പിന്നെ അവർ കയറി മക്കള് ആ ചെയ്തുകൊണ്ടിരിക്കും. മക്കളെല്ലാം മിടുക്കരാണല്ലോ. മക്കളെല്ലാം ഈ കാര്യത്തിൽ മിടുക്കരായ കാര്യമാണ് നമ്മുടെ ആണെങ്കിൽ. പെരുന്തച്ഛൻ്റെ മക്കളെല്ലാം അതുപോലെ തന്നെ മിടുക്കന്മാരാണെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യം. തീർച്ചയായും നമ്മുടെ പ്രിയങ്കരനായ ശില്പിയുടെ പിതാവാണ്. രണ്ട് അമ്മയുണ്ട് കൂട്ടത്തില്. നമുക്ക് സന്തോഷം അല്ലേ? ഒത്തിരി സന്തോഷം. പറ്റാത്ത ഇത് ഈ വാക്കുകളൊക്കെയാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ വള്ളത്തിൻ്റെ പ്രധാന ശില്പി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നത് 2 പ്രാവശ്യം അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ഇതിലൂടെ കാണിച്ചിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മുഖം ശ്രദ്ധിച്ചു. പതിവിൽ കവിഞ്ഞ സന്തോഷത്തിലായിരുന്നു ഇന്നലത്തെ ആ വീഡിയോയിലുള്ള സംസാരം. ഞാൻ ആ കാര്യം അത് വീട്ടിൽ ചെന്നപ്പോഴും പറയുകയും ചെയ്തു. എന്നാ വെള്ളത്തിൽ എത്താറായിരിക്കുന്നു. അപ്പം ഇപ്പൊ സന്തോഷമല്ല, ഇപ്പൊ ടെൻഷനാണ്. അതെ, എല്ലാം മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ കാണുന്നത് കൊണ്ട് എല്ലാം നന്നായിട്ട് തന്നെ എല്ലാം നടക്കും. അവർ തന്നെ നമ്മുടെ വള്ളം നമ്മൾ കാണുന്നത് റോഡിലാണ്. അമ്പലപ്പുഴ ഹരിപ്പാട് തിരുവല്ല പാതയുടെ സൈഡിൽ കാരിച്ചാൽ പാലത്തിൻ്റെ സൈഡിലെ കടവിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ്. നമ്മളിങ്ങനെ ഒരു കാഴ്ച നമ്മളൊരു പക്ഷേ കാണാനായിട്ട് നമുക്ക് പൊതുവെ സാധിക്കില്ല. ശില്പിയുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ തന്നെ. അതെ, പെരുന്തച്ഛൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള കടവിലാണ് ഇത് നീരണിയുന്നത്. അത് ശരി. നമ്മുടെ ഈ വള്ളം നിർമ്മിച്ച പ്രധാന ശില്പിയുടെ സഹധർമ്മിണിയാണ്. ഞാൻ പല ദിവസങ്ങളിൽ കണ്ടെങ്കിലും നമ്മൾ ഈ ദൃശ്യങ്ങളിലൊന്നും കാണിച്ചില്ലായിരുന്നു. അവർ മാറി നിൽക്കുകയായിരുന്നു. എന്താ സന്തോഷമാണെന്നല്ല? ഞങ്ങൾ നേരത്തെ മുതൽ പരിചയമുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ ഏതായാലും സന്തോഷം. ഈ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒത്തിരി സന്തോഷം. ആളുകളെല്ലാം കൃത്യമായിട്ട് 2 കിലോമീറ്ററിൻ്റെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ അവരിങ്ങനെ നിൽക്കുകയാണ്.
സുന്ദര ശില്പമായി കാഴ്ചയാണ്. പിന്നാലെ പതുക്കെ പോയിട്ട് താക്കിക്കോ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. പൊന്നാനിക്കാരുടെ സ്വപ്നമായ കല്ലിക്കാടൻ വള്ളം നിറഞ്ഞിരിക്കുന്നു. പായിപ്പാട്ടാറ്റിലേക്കാണ് കല്ലിക്കാടൻ വള്ളം നിരണയിക്കാനായി ഇറക്കിയിരിക്കുന്നത്. മോബ് കിട്ടിയത് ഒന്നാം കൂമ്പുകാരപ്പാ ഈ വള്ളത്തിന്റെ ഒന്നാം കൂമ്പുകാരനെ കൊണ്ടില്ല. ഒന്നാം കൂമ്പുകാരൻ ഭൂമിയുടെ വന്നില്ല. ഒന്നാം കൂമ്പുകാരൻ ആർക്കോ കടവിലുണ്ട്. കടവിൽ കയറിക്കോ. ഇനി ഒന്നാം കൂമ്പുകാരപ്പാ. ഒന്നാം കൂമ്പുകാരപ്പാ. ഒന്നാം കൂമ്പാര. ഒന്നാം കൂമ്പുകാരപ്പാ. ഒന്നാം കൂമ്പുകാരൻ തുഴയാട്ട് വരാൻ.
ഒന്നാം കൂപ്പുകാരെ കയറിക്കോ. ഒന്നാം കൂപ്പുകാരെ കയറി. വിവേക് വേണോ? വിവേക് വരച്ചോ, കുത്തിക്കോ. നീ ഗാഡി നിർത്തല്.